റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയിലേക്കാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ ഉപകരണത്തിന്റെ കാലാവധി കഴിഞ്ഞെന്ന റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാരിന്റെ മുന്നിലുള്ള പേപ്പറുകൾ ഉടൻ നീക്കുമെന്നും മന്ത്രി അറിയിക്കുകയാണ്. കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ പുതിയ ഉപകരണം എത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2 റേഡിയേഷൻ ഉപകരണങ്ങളെ പ്രധാന ഉപകരണമാണ് നവംബറിൽ കാലാവധി തീരുന്നത്. പുതിയത് വരും. ഏതായാലും അതിൻ്റെ മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പുതിയ സംവിധാനം വരും. എല്ലാ കാര്യങ്ങളിലും അതിനാണ് ഈ അദാലത്ത് നടത്തുന്നത് തന്നെ. ഒരു ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള ന്യൂനതകൾ പരിഹരിക്കാനാണ് ഇതുപോലെ അദാലത്തുകൾ സർക്കാർ നടത്തുന്നത്. തീർച്ചയായിട്ടും. അഖിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ, ആശ്വാസകരമായൊരു തീരുമാനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും കാരണം ഈ നവംബറിലാണ് അതിന്റെ കാലാവധി അവസാനിക്കുന്നത്. ഈ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഉപകരണം ഉപയോഗിക്കാൻ പോലും കഴിയുന്ന സാഹചര്യങ്ങളിൽ പോകും. കാരണം ഏകദേശം 15 വർഷത്തോളം പഴക്കം ഉണ്ടായെന്നുള്ളത് തന്നെയാണ്. ആ ഉപകരണം ഉപയോഗിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ 130 രോഗികൾ ഒരു ദിവസം റേഡിയേഷൻ നൽകുന്ന മെഡിക്കൽ കോളേജാണ്. അതിൽ 70 പേർക്ക് നൽകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മധ്യ തിരുവിതാംകൂറിൽ സൗജന്യമായി റേഡിയേഷൻ നൽകുന്ന ഏക സ്ഥാപനം കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ രോഗികളെ സംബന്ധിച്ചോളം ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ്. അത് നവംബറിൽ അവസാനിക്കും. ഇതിൽ പ്രതിസന്ധിയായി നിലനിന്നിരുന്നത് സംസ്ഥാന സർക്കാരിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് സാസ്കി ഫണ്ടിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രത്തിലേക്ക് സംസ്ഥാന സർക്കാർ അയച്ചിരുന്നില്ല. അതവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു. അതാണ് ഒരു പ്രതിസന്ധി ഉണ്ടായത്. ആ വിഷയത്തിൽ ഇടപെടും എന്ന കാര്യം തന്നെയാണ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ ഫയൽ നീക്കങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുകയാണെന്ന കാര്യം മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഉറപ്പ് മന്ത്രി നൽകുന്നുണ്ടെന്നാണ്. അതായത് ഈ നവംബറിൽ കാലാവധി ചെയ്യുന്നതിന് മുമ്പായി തന്നെ പുതിയ ഉപകരണം എത്തുമെന്ന വാഗ്ദാനമാണ് എന്തായാലും മന്ത്രി നൽകുന്നത്. നമ്മൾ മെഡിക്കൽ കോളേജ് അധികൃതമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ ഫയൽ നീക്കം സംഭവിച്ചാൽ അത് ഓർഡർ നൽകി പുതിയ മിഷൻ വരണമെങ്കിൽ 4 മാസത്തെ കാലതാമസം ഉണ്ട് എന്നാണ്. അതായത് ഇപ്പോൾ ഈ മാസം തൊട്ട് ആരംഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നവംബർ മുമ്പായി അത് എത്താൻ കഴിയും. ആ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം തന്നെ. എന്തായാലും അതിന്റെ ഫയൽ നീക്കങ്ങൾ സാസ്കിയിലേക്ക് കേന്ദ്ര സർക്കാരിലേക്ക് അതിന്റെ ഫയൽ മുൻകൂട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകും, അടിത്തരം ഉണ്ടാകും എന്ന കാര്യം തന്നെയാണ് എന്തായാലും ആശ്വാസകരമായ കാര്യമാണ്. നവംബറിലാണ് ഒരു ഉപകരണത്തിന്റെ കാലാവധി തീരുന്നത്. അഖിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്.